നമസ്കാരം. ദ ക്യൂറേറ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആവേശത്തിൻ്റെ റിവ്യൂവുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. അടി, ഇടി, വെട്ട്, കുത്ത്, രക്തം, തലവെട്ടിപ്പൊളിക്കൽ, കൈ പിടിച്ച് തിരിച്ചൊടിക്കൽ ഇത്യാദി ആഘോഷ പരിപാടികൾ തരിമ്പും താല്പര്യമില്ലാത്തൊരു സിനിമാ പ്രേക്ഷകയാണ് ഞാൻ. എന്നെ ഈ സിനിമയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്തിയത് ഒറ്റ വാചകമാണ്: റീഇൻട്രൊഡ്യൂസിങ് ഫഫ. അതെന്ത് സംഭവം? ഇതറിയാനായി തിയേറ്ററിലേക്ക് വെച്ചുപിടിച്ചു. ആവേശം എനിക്കിഷ്ടപ്പെട്ടു. ഡയറക്ടർ ജിത്തു ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ അഴിച്ചു വിട്ടിരിക്കുക ഫഹദിനെ. ഒരു ഗുണ്ടാ നേതാവിന് വേണ്ട ശരീരമോ ക്രൂരതയോ ഒന്നും നമ്മൾ അങ്ങനെ മിസ് ചെയ്യില്ല. കാരണം ഇങ്ങനെ സ്ക്രീനിൽ അഴിഞ്ഞാടുമല്ലേ. വെള്ള ഷർട്ടും പാൻറ്റും മാത്രം ഇടുന്ന, കിലോ കണക്കിന് സ്വർണം കഴുത്തിലും കയ്യിലും ഇട്ടുകൊണ്ട് നടക്കുന്ന പണ്ടൊരു ഹിന്ദി ഗായകനും സംഗീത സംവിധായകനും ഉണ്ടായിരുന്നു, ബപ്പി ലഹരി. അദ്ദേഹത്തെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കന്നഡയും മലയാളവും ഹിന്ദിയും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്ന ഒരു ഗുണ്ടാ നേതാവായി ഫഹദ് പരകായ പ്രവേശം തന്നെ നടത്തിയിട്ടുണ്ട്. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ട്രാൻസ്പൊസിഷനിലേക്ക് മാറുന്നുണ്ടോ ഫഹദ് എന്ന് സംശയമുണ്ട്. അത്രയ്ക്ക് മാരകമായ ട്രാൻസ്ഫോർമേഷൻ. ഒരു ഡം കോമഡി ആക്ഷൻ മൂവി എന്ന ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സ്വാഗ് പടമാണ് ആവേശം. ഇനി കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല സാറേ. ഉണ്ടെങ്കിൽ തന്നെ പഴയ കഥയാണ്. ബോളിവുഡിന് ഒരു മുന്നാബായി ഉണ്ടെങ്കിൽ, കോളിവുഡിന് ഒരു വസൂൽ രാജി ഉണ്ടെങ്കിൽ, ഇപ്പോൾ മോളിവുഡിന് രംഗണ്ണൻ. സിനിമയിൽ നായികയില്ല, 2 അമ്മമാരും 2 പെയ്ഡ് എസ്കോർട്സും ഒരു റിസപ്ഷനിസ്റ്റും. അതല്ലാതെ മര്യാദയ്ക്കൊരു സ്ത്രീ കഥാപാത്രത്തെ പോലും എഴുതാൻ മെനക്കെടാത്ത ഒരു സ്ക്രിപ്റ്റാണ് എന്നുള്ള പരാതി എന്തായാലും മറച്ചു വയ്ക്കുന്നില്ല. എത്ര കാലം കൂടി ഞങ്ങൾ പെണ്ണുങ്ങൾ ഈ ആൺകഥകൾ തന്നെ കാണും? അതെന്താ, അടിപ്പടത്തിൽ പെണ്ണുങ്ങൾക്ക് കഥയില്ലേ? മദ്യവും സിഗരറ്റും പച്ചവെള്ളം പോലെ സേവിക്കുന്ന ഒരു കൂട്ടം അലമ്പന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിന് ചെന്നെത്തിയ പോലെയാണ് ആവേശത്തിൻ്റെ ആദ്യ ഭാഗം. ഈ സിനിമ കാണുന്ന, വിജയിപ്പിക്കുന്ന, 100 കോടിയിലേക്കൊക്കെ എത്തിക്കുന്ന ആണുങ്ങളുടെ അഡ്രിനലിൻ റഷ് എനിക്ക് സങ്കല്പിക്കാം. ഒരു ഡ്രീം ലൈഫ് സെറ്റപ്പാണല്ലോ ഇത്. ഈ മാനറിസം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ രംഗണ്ണ എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഭരദ്വാജ് രംഗൻ്റെ റിവ്യൂ കണ്ടത്. കിട്ടിപ്പോയി. നമ്മുടെ ജിം ക്യാരിയുടെ ചില ചേഷ്ടകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് രംഗണ്ണൻ്റെ ഈ കഥാപാത്ര സൃഷ്ടി. എന്തായാലും തല്ലാൻ വേണ്ടി മാത്രം തല്ലുണ്ടാക്കി രസിക്കുന്ന തല്ലുമാലയേക്കാൾ എനിക്ക് രസിച്ചു ആവേശം. ഏതു ഗുണ്ടയ്ക്കും ഒടുവിൽ വേണ്ടത് സ്നേഹമാണെന്ന് പറഞ്ഞു വെച്ചതും കൊള്ളാം. ഇൻസ്റ്റാഗ്രാമിൽ പോലും ലൈക്ക് കിട്ടാത്ത രംഗയെ ആർക്കും ഒന്നിഷ്ടമാകും. ടാലൻറ്റ് ടീസറിൽ പറയും പോലെ ഗുണ്ടയായില്ലായിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളാണെന്ന് നമ്മളും പറയും. പക്ഷെ ഒരു കുഴപ്പമുണ്ട് വർമ്മ സാറേ, അല്ല ജിത്തു സാറേ. സിനിമ ഒരു അധോലോക സറ്റയറാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തിരിയണമെന്നില്ല. ഇതൊരു കോമഡി മൂവിയായി ലോജിക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് വന്ന് കാണാൻ കഴിഞ്ഞാൽ ഓക്കെ. സിനിമ സമൂഹത്തെയാണോ സ്വാധീനിക്കുന്നത്, സമൂഹം സിനിമയാണോ സ്വാധീനിക്കുന്നതെന്ന് ഇതുവരെ വേർതിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഈ വയലൻസൊക്കെ എന്നു മുതലാണ് എൻ്റർടൈൻമെൻ്റ് ആയത് എന്ന് ആലോചിക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതേ ടെംപ്ലേറ്റ് പിടിക്കാനാണ് മലയാള സിനിമയുടെ പോക്കെങ്കിൽ ഒന്നും പറയാനില്ല. സൈക്കോ കഥാപാത്രങ്ങൾ ഫഹദിൻ്റെ കയ്യിൽ ഭദ്രമെന്ന് ആവേശം തെളിയിക്കുന്നുണ്ട്. ഷമ്മി വയലൻ്റ് ആകും മുന്നേ മൂലയ്ക്ക് പോയി നിന്ന് കരയുമെങ്കിൽ രംഗ ചുമരിലേക്ക് നോക്കി പിന്നിൽ കൈകെട്ടി നിൽക്കുന്നു എന്ന വ്യത്യാസമുണ്ട്. ഹോം സ്റ്റേയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു അല്പനാണ് ഷമ്മിയെങ്കിൽ അടിയൊക്കെ കൊറിയോഗ്രാഫി ചെയ്ത് കണ്ടു രസിക്കുന്ന സൈക്കോയാണ് രംഗ. സർവ്വഗുണസമ്പന്നന്മാരായ നായകരിൽ നിന്നൊക്കെ നമ്മൾ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് നല്ലത് തന്നെ. ആളുകൾ ഗ്രേ ആണെന്നാണല്ലോ പുതുയുഗ സൈക്കോളജിയും പറയുന്നത്. എങ്കിലും മിണ്ടിയാൽ തല്ലുന്ന, കൊല്ലുന്ന ഈ അധികായന്മാരെയൊക്കെ കണ്ട് ആർപ്പ് വിളിക്കുന്ന, പൈസയും കൊടുത്ത് പഠിക്കാൻ വന്നാലും പരീക്ഷയും പാസ്സാകലും ഒക്കെ മാറ്റിവെച്ച് കുടിക്കാനും മതിക്കാനും പോകാനാണ് താല്പര്യം എന്ന് വിളിച്ചു പറയുന്ന ഈ ന്യൂ ജനറേഷൻ വൈബ് മാത്രം എനിക്ക് പിടികിട്ടുന്നില്ല. പറയാൻ മറന്നു, മായാവിയിലെ വിക്രമനെ ഓർമ്മിപ്പിക്കുന്ന വരയൻ ബനിയനുമിട്ട് കട്ടിമീശയും കുട്ടികളുടെ മനസ്സുമായി രംഗണ്ണനെ തള്ളി തള്ളി മറിക്കുന്ന അമ്പാൻ കിടിലനായിട്ടുണ്ട്. അജു, ബിബി, ശാന്തൻ മൂവരും നന്നായി ചെയ്തിട്ടുണ്ട്. നഞ്ചപ്പയും ബിബിയുടെ അമ്മയും രസിപ്പിച്ചു. അമ്പാൻ രംഗണ്ണനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോയെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ വേണ്ട. ആവേശക്കാർ 100 കോടി ഉണ്ടാക്കി വീട്ടിൽ പോയിട്ടുണ്ട്. ഇത്തരം സിനിമകളൊക്കെ കണ്ടിട്ട് ആവേശം കയറി ഓരോന്ന് ചെയ്യാൻ പോയാൽ ഒന്നില്ലെങ്കിൽ ആശുപത്രി കിടക്കാം, ചിലപ്പോൾ മോർച്ചറിയിലും. പക്ഷേ ഒരു ചോദ്യം മാത്രം ഉത്തരം കിട്ടുന്നില്ല. ഇത്രയും വൈബുള്ള ഇല്ലുമിനാറ്റി പാട്ട് ടെയിലെൻഡിൽ മാത്രം ഇടാതെ ഇടയ്ക്ക് കൂടി ഇടാമായിരുന്നു ഇവർക്ക്.
ശ്രദ്ധിക്ക് ജിത്തു, ശ്രദ്ധിക്ക്. അപ്പോൾ അടുത്ത സിനിമയുടെ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും വിടാം.